നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. എന്റെ മുന്നിൽ വെച്ച് അമ്മ പറയുന്നത് എനിക്ക് കേൾക്കണം. ആ നിൽക്കുന്ന ഫ്രോഡാണ് എന്റെ ഭർത്താവെന്ന്. അവനെ കണ്ട അറിയില്ലടാ സകല അഭ്യാസങ്ങൾ കടന്നു വന്നവനാണെന്ന്. അവനെ ചവിട്ടിക്കൂട്ടി അവന്റെ നെഞ്ചുകൂട് പൊളിച്ച് ഞാൻ സത്യം പുറത്തു കൊണ്ടുവരും. അവൻ പോയി. അവനെ പറഞ്ഞു വിട്ടിട്ടാണോടാ നീ എന്നെ കാണാൻ വന്നത്? പ്രഭേട്ട എന്തിനാ എന്നെ കുറ്റപ്പെടുത്തുന്നത്? നീ എന്താടാ പ്രഭാചന്ദ്രനെ പറ്റി കരുതിയത്? ഞാൻ നിന്നെ പോലെ അച്ചി വീട്ടിൽ ഉണ്ടും ഉറങ്ങിയും കഴിയുന്ന കിഴങ്ങനാണെന്ന്. അഭിമാനം പണയം വെച്ച് ഞാൻ ഇവിടെ കഴിച്ചു കൂട്ടുന്നതേ എന്റെ മകളുടെ സന്തോഷത്തിന് വേണ്ടി. ആ റാസ്കൽ അമ്മുവിന്റെ ഭർത്താവല്ല. പ്രഭേട്ടന് അതെങ്ങനെ അറിയാം? അമ്മുവിന്റെ ഭർത്താവ് ആരാണെന്നറിയാനേ ഞാൻ ആ നാട്ടിൽ പോയതാ. അമ്മുവിന്റെ കല്യാണം നടത്തി കൊടുത്ത ആൾക്കാരെ കണ്ടിട്ടാ ഞാൻ വന്നത്. പയ്യനെ ചൂണ്ടിക്കാണിച്ചു തരാൻ അവർക്ക് കഴിയാതെ പോയി. അതിനെപ്പറ്റി അവർക്കൊരു വിവരവുമില്ല. പക്ഷെ ഇപ്പൊ വന്നവൻ അമ്മുവിന്റെ ഭർത്താവാണെന്ന് അവള് പറഞ്ഞ അവന്റെ ഫോട്ടോയുമായി ഞാൻ ആ നാട്ടിൽ പോകുമെന്ന് അവളോട് പറയും. എന്റെ മുന്നിൽ നിന്ന് അവൾ വിറയ്ക്കുമപ്പോ. ഞാൻ എന്തിന് പെരുവണ്ണാപുരത്ത് പോണം? അവിടെ ഉള്ള ചിലരുടെ നമ്പർ വാങ്ങിച്ചിട്ടാ ഞാൻ ഇങ്ങോട്ട് വന്നത്. അവന്റെ ഫോട്ടോ അവർക്ക് അയച്ചു കൊടുത്താൽ തീരാവുന്നതേ ഉള്ളൂ എല്ലാം. അതവിടെ തീർന്നില്ലേ പ്രഭേട്ട? അവൻ നാളെ വന്ന് ഇവളെ വിളിച്ചിറക്കിക്കൊണ്ട് പോകാൻ ശ്രമിക്കില്ലെന്ന് നിനക്കെന്ത് ഉറപ്പാണുള്ളത്? ഈ വീട്ടിലുള്ളവർ ഇവളെ അവന്റെ കൂടെ പറഞ്ഞയക്കുമ്പോ അവനാണ് ഇവളുടെ ഭർത്താവെന്ന രേഖ വേണ്ടേ? അവൻ ഇവളെ കൊണ്ട് വിൽക്കില്ലെന്ന് നിനക്ക് ഉറപ്പ് പറയാൻ പറ്റൂ? ഇത്രയും കാലം ഇവളെ പോറ്റിയ ഈ വീട്ടുകാർ മറുപടി പറയണം. ഇവളെ എവിടെ നിന്നോ കൂട്ടിക്കൊണ്ട് വന്ന എന്റെ മോള് പ്രതിയാകും. അത് എന്നെ ബാധിക്കുന്ന പ്രശ്നമാണ്. അല്ല, അവന്റെ അഡ്രസ് നിങ്ങൾ ആരെങ്കിലും കുറിച്ച് വാങ്ങിയോ? അത് അവൾക്ക് ഡിവോഴ്സ് കൊടുക്കാന്ന് പറഞ്ഞ് അവൻ പോയി. ഫോൺ നമ്പർ തന്നിട്ടുണ്ട്. ആരാ ദിനേശ ഈ നാടകത്തിന്റെ പിന്നിലെ? നീയല്ലടാ അവളുടെ മുഖം രക്ഷിക്കാൻ അവനെ കൊണ്ടുവന്നത്. ഞാനോ? പ്രഭേട്ടൻ എന്താ ഇങ്ങനെയൊക്കെ പറയുന്നത്? എനിക്കിതുമായിട്ട് എന്ത് ബന്ധമുള്ളത്? ഒരു ദിവസം എനിക്ക് സകല നിയന്ത്രണങ്ങളും തെറ്റും. പിന്നെ പ്രഭാചന്ദ്രനെ പിടിച്ചു നിർത്താൻ ദൈവത്തിന് പോലും കഴിയില്ല. എന്റെ മോളെ ഈ വിധത്തിലാക്കിയവരെയും അതിന് കൂട്ടുനിന്നവരെയും ഒന്നൊന്നായി ഞാൻ ചുട്ടിരിക്കും. സ്നേഹം നടിച്ച് കൂടെ നിന്ന് ചതിക്കുന്നവർക്ക് ശിക്ഷ ഒന്നേ ഉള്ളൂ, മരണം. പ്രഭാചന്ദ്രന് ഇനി നോക്കാനൊന്നുമില്ല. മുന്നിൽ നേരത്തെ നിർത്തി വെടിവെച്ച് കൊല്ലും ഞാൻ. ഇറങ്ങിപ്പോടാ എന്റെ മുന്നിൽ നിന്ന്. നിക്കേ. ഇതിനും കൂടി മറുപടി തന്നിട്ട് പോ. സഞ്ജയ് എന്ന് തന്നെ പേര് പറയാൻ എന്താണ് ദിനേശ കാരണം? വേറൊരു പേര് അവന് പറയാൻ തോന്നിയില്ലേ? അത് അവന്റെ പേര് അതായിരിക്കും. തട്ടിപ്പിന് വരുന്ന ആരെങ്കിലും സ്വന്തം പേര് പറഞ്ഞ ചരിത്രമുണ്ടോടോ ദിനേശ? ഒരാൾക്ക് പോലും എന്നെ മുന്നിൽ മാപ്പരയ്ക്കാനുള്ള അർഹതയില്ല. വിചാരണ പോലും ഇല്ലാത്ത കോടതി എന്റേത്. നീ ഓർത്തു വെച്ചോ. പോടാ. ഞാൻ പറയുന്നത് അങ്ങോട്ട് കേട്ടാ മാത്രം മതി. മോനെ, കവിത ബിസിനസ്സിൽ കൈയടത്തിയത് സഞ്ജയ് എന്ന പേര് കേട്ട് അറിവ് വെച്ച. ഞാനിത് വല്ലതും അറിഞ്ഞോ? പിന്നെയല്ലേ കാര്യം പിടികിട്ടിയത്. നിന്നോട് ഞാനിത് പറയാതിരുന്നത് കവിത ഏതറ്റം വരെ പോകുമെന്ന് കാണാൻ വേണ്ടി മാത്രം തന്നെയാണ്.
ഒരു മണ്ടനില്ലെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. ഞാൻ സംസാരിക്കുന്ന മനസ്സിലാക്കാനുള്ള ബുദ്ധിയും നിനക്കുണ്ട്. കവിത ഉള്ളുകൊണ്ട് മോഹിച്ചത് എന്താണെന്നോ ഞാൻ പറഞ്ഞുതരാം. ജനലിന്റെ കട്ടന്റെ പിന്നിൽ ക്യാമറ വെച്ച് കവിത പുറത്തുണ്ട്. ഒരു കാരണവശാലും നീ ഇപ്പൊ അങ്ങോട്ട് നോക്കരുത്. ഇപ്പൊ മനസ്സിലായില്ലേ? മംഗലശ്ശേരി ഗ്രൂപ്പ്സിന്റെ MD ആവണം കവിതയ്ക്ക്. അത് തന്നെ അവളുടെ ഉള്ളിലിരിപ്പ്. അപ്പച്ചി പറഞ്ഞത് ശരിയല്ല അങ്കിൾ. എനിക്ക് ബിസിനസ്സിൽ കാര്യമായി ഫോക്കസ് ചെയ്യാൻ പറ്റിയില്ല. സ്വാതിയുടെ കാര്യങ്ങളുമായി ഞാൻ ഓട്ടത്തിലായിരുന്നില്ലേ. പക്ഷേ എന്നെ അപ്പച്ചി അമ്മുവിന്റെ കാര്യത്തിൽ ഇത്രമാത്രം സംശയിക്കാൻ എന്താ ഉള്ളത്? ഒന്നുമില്ല. പിന്നെ അപ്പച്ചിയുടെ ഭാഗത്തുനിന്ന് തെറ്റായി എന്തെങ്കിലും ഉണ്ടായ ഞാൻ ചൂണ്ടിക്കാണിക്കും. അപ്പൊ ഇത് വെച്ചാണല്ലേ അപ്പച്ചി അമ്മൂനെ അടിക്കുകയും വേദനിപ്പിക്കുകയൊക്കെ ചെയ്തത്. എന്തായാലും അത് വലിയ കഷ്ടമായി പോയി. ഞാൻ ഇത് വല്ലതും അറിഞ്ഞോ? ഇനി ഞാൻ ശ്രദ്ധിച്ചോളാം. ഇനി അവൾ എന്ത് ചെയ്യാനാ? അവള് വിശ്വസിച്ചതൊക്കെ തെറ്റിദ്ധാരണയാണ് തെളിഞ്ഞില്ലേ? പിന്നെ ഞാനിപ്പോ നിന്നെ കാണാൻ വന്നത് സഞ്ജയ് മടങ്ങി പോകുന്നതിന് മുമ്പ് അമ്മുവായിട്ടുള്ള ഡിവേഴ്സിന്റെ കാര്യങ്ങൾ നമ്മൾ ചെയ്യണമെന്ന് പറയാനാ. അവനും അത് വലിയ അത്യാവശ്യമാണ്. അതിനെന്താ, നമുക്ക് വേണ്ടത് ചെയ്യാം. ഇപ്പൊ നിനക്ക് മനസ്സിലായില്ലേ നീ എത്രമാത്രം അപകടത്തിലെത്തി നിൽക്കുന്നു? ഇനി പറ, ഞാൻ ഇങ്ങനെ ചെയ്തതിൽ എന്തെങ്കിലും തെറ്റുണ്ടോ? അത് അങ്കിളെ, ഞാൻ പിന്നെ നീ ഇനി ഇവിടെ വെച്ച് ഒന്നും സംസാരിക്കാൻ നിൽക്കണ്ട. നീ ഒന്ന് പുറത്തേക്ക് പോ. പെണ്ണ് ശ്രീകുട്ടി എങ്ങോട്ടാ കൊണ്ടുപോയത്? എന്തായാലും അയാള് വന്നല്ലോ. നാശം. ഇവിടെ ഇന്ന് റെസ്റ്റ് എടുക്കാൻ പോലും സമ്മതിക്കില്ല. ചേച്ചിയും തേൻ പുരട്ടികളുമായി കൂടിക്കോളും. എനിക്കിത് വലിയ സന്തോഷമുള്ള ദിവസമാകുന്നു. നീ പറയാതെ തന്നെ നിന്റെ ഭർത്താവ് ആരാണെന്ന് അറിഞ്ഞു. നേരിട്ട് തന്നെ വന്നു. അമ്മയും വകവെച്ച് കൊടുക്കുന്ന ആളൊന്നുമല്ല. ഉരുളയ്ക്ക് ഉപ്പേരി എന്ന് പറയുന്നത് പോലെ മറുപടി. ഡിവോഴ്സിന് സമ്മതമാണെന്ന് കൂടി പറഞ്ഞപ്പോൾ സമാധാനമായി. നമ്മൾ കരുതിയ പോലെ കക്ഷിയുടെ വിവാഹമൊന്നും കഴിഞ്ഞിട്ടില്ല. അതല്ല രസം, അയാളുടെ പേര് സഞ്ജയ് എന്നാണ്. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.